അവളെ സ്വന്തമാക്കിയിരിക്കണം. അതെങ്ങനെ? വഴിയുണ്ട്. കല്യാണം നിശ്ചയിച്ചതിന് 2 നാൾ മുമ്പേ നമ്മൾ നിശ്ചയിച്ച സ്ഥലത്ത് നമ്മുടെ ആചാരപ്രകാരം കാര്യങ്ങൾ നടത്തണം. മഞ്ഞൾ കല്യാണവും മറ്റാഘോഷങ്ങളും നടക്കുന്നതിനിടയിൽ ദേവൂട്ടിയെ നീ രഹസ്യമായി താലി അണിയിക്കണം. നീ അണിയിക്കുന്ന മാംഗല്യസൂത്രം അവൾ സ്വീകരിച്ചാൽ പിന്നെ ഒരു ദൈവിക ശക്തിക്കും അവളെ നിന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ കഴിയില്ല. നിന്റെ താലി വീണ ശുദ്ധമായ ദേവൂട്ടിയെ പിന്നെ ഒരു ദൈവീക ശക്തിക്കും ആവശ്യമില്ല. അങ്ങനെ ആ കല്യാണം നമ്മൾ വിചാരിച്ചതുപോലെ നടക്കും. ഈ ഉഗ്രസേന ഘോരയുടെ മൂർത്തികൾ അതിലേക്ക് നമ്മളെ നയിക്കും. മന്ത്രങ്ങളും തന്ത്രങ്ങളും കൂടുതൽ ശക്തമാക്കുകയാണ് ഞാൻ. ഈ പ്രാവശ്യം ഈ ഘോരയുടെ, ഈ ഉഗ്രസേന ഘോരയുടെ മൂർത്തികളുടെ ശക്തി ഈ ദൈവീക ശക്തികൾ തിരിച്ചറിയിക്കും ഈ ഘോര. സന്ദീപിന്റെ അമ്മയെ അനിയത്തിയൊക്കെ തിരിച്ചു പോയെന്ന് കേട്ടല്ലോ. പോയി. എന്നിട്ട് സന്ദീപ് എന്താ അവരുടെ കൂടെ പോവാത്തത്? പോയില്ല, പോകാൻ തോന്നിയില്ല. ദേവൂട്ടിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവാതെ പോകാൻ മനസ്സ് വരുന്നില്ല വിദ്യാമ്മേ. അവസാന നിമിഷം വരെ അവളെ സ്വന്തമാക്കാൻ ഞാൻ ശ്രമിക്കും. എന്നിട്ടും അവളെ എനിക്ക് വിട്ടു തരില്ല എന്നാണ് മൂകാംബി അമ്മയുടെ തീരുമാനമെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ നിൽക്കില്ല, മടങ്ങിപ്പോയേക്കാം. പിന്നെ ഇവിടേക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല ഒരിക്കലും. ഇങ്ങനെ നിരാശപ്പെടാതിരിക്കൂ സന്ദീപ്. മൂകാംബികാ ദേവിയിലുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുക. സാക്ഷാൽ അമ്മയുടെ തീരുമാനം എന്തായാലും അത് ശിരസാ വഹിക്കുക. അത് മാത്രമാണ് ഉത്തമനായ ഒരു ഭക്തന് ചെയ്യാനുള്ളത്. ദേവീ തീരുമാനം എന്തായാലും അത് നിങ്ങളുടെ നല്ലതിനാണെന്ന് കരുതുക. അല്ല, അമ്മയോട് എന്തു പറഞ്ഞ യാത്രയാക്കിയത്? ഞാൻ എൻ്റെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി അവസാനം വരെ പരിശ്രമിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അമ്മയ്ക്ക് അതൊന്നും ഇപ്പോഴും ഉൾക്കൊള്ളാനാവുന്നില്ല. പെറ്റമ്മയെ സങ്കടപ്പെടുത്തുന്നത് അത്ര നല്ല കാര്യമല്ല, അതും സന്ദീപിനെ പോലൊരാൾ. അതറിയാഞ്ഞിട്ടല്ല വിദ്യാമ്മേ. പക്ഷേ ദേവൂട്ടിയുടെ കാര്യത്തിൽ എനിക്കിതല്ലാതെ മറ്റൊന്നും ചെയ്യാനാവില്ല. അമ്മയെ വിഷമിപ്പിച്ചതിൻ്റെ ശിക്ഷയായിരിക്കും കമ്പനിയിലിപ്പോൾ ഈ റെയ്ഡും പരിശോധനയൊക്കെ. ചിലപ്പോൾ ഞാനും പ്രതിയായേക്കും. തെറ്റ് ചെയ്തില്ലെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ഭയക്കുന്നത് എന്തിനാ? തെറ്റ് ചെയ്തവർ മാത്രമാകും അതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരിക. ശ്രീകുമാറാണല്ലോ. ഹലോ സർ, ഞാനാണ്. പറയൂ ശ്രീകുമാറെ, എന്തായി ഇൻകം ടാക്സുകാരുടെ പരിശോധന? സർ, കുറേയധികം ഫയൽസ് അവർ കൊണ്ടുപോയി. ശ്രീകലാ മാഡത്തിനോട് നേരിട്ട് ഓഫീസിൽ ഹാജരാവാൻ അവർ പറഞ്ഞിരിക്കുന്നത്.
ഇൻകം ടാക്സ് കമ്മീഷണറുടെ ഓഫീസിൽ ഇന്ന് 3 മണിക്ക് എത്തണമെന്ന്. എന്തൊക്കെയാ ശ്രീകുമാർ ഇത്? പ്രതികളോട് എന്ന പോലെ ഹാജരാകാൻ പറയാൻ ഞങ്ങൾ കമ്പനിയുടെ നടത്തിപ്പില് കൃത്രിമൊന്നും കാണിച്ചിട്ടില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ ഹാജരാകുന്നത്?